ലിബിയ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ സജീവമായ ആഫ്രിക്കൻ മേഖലകളിലേക്ക് പോയ മലയാളികളുടെ വിശദാംശങ്ങൾ രഹസ്യാന്വേഷണ സംഘം ശേഖരിക്കാൻ ആരംഭിച്ചു. ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദ സംഘത്തിൽപ്പെട്ട മലയാളി ലിബിയയിൽ കൊല്ലപ്പെട്ടതായുള്ള വെളിപ്പെടുത്തലുകളെ തുടർന്നാണ് നടപടി. ആഫ്രിക്കൻ മേഖലയിലേക്കും കൂടുതൽ മലയാളികൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോയതായാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം. സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആളും അർത്ഥവും നൽകിയ കേരളം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നിർജ്ജീവമായതോടെ കേരള ബന്ധങ്ങൾ അവസാനിച്ചുവെന്ന് കരുതിയവരെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിലും മലയാളി ബന്ധം വെളിപ്പെട്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലെ പോലെ തീവ്രവാദ ബന്ധത്തിന് ഇപ്പോഴും സജീവമായ വേരുകൾ കേരളത്തിലുണ്ടെന്ന വെളിപ്പെടുത്തലുകൾ കൂടിയായി മാറുകയാണ് ലിബിയൻ ബന്ധം. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ക്രൈസ്തവ എഞ്ചിനീയറാണ് തീവ്രവാദി ആക്രമണ ശ്രമങ്ങൾക്കിടെ കൊല്ലപ്പെട്ടത്. ഇക്കാര്യം ഇസ്ലാമിക സ്റ്റേറ്റ് തന്നെയാണ് പുറത്തുവിട്ടത്. മതം മാറിയ ശേഷം അബൂബക്കർ അൽ ഹിന്ദി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന യുവാവിന്റെ യഥാർത്ഥ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഇസ്ലാമിക സ്റ്റേറ്റിന്റെ വെളിപ്പെടുത്തലോടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘങ്ങൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് ലിബിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത മലയാളികളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. സംശയകരമായ രീതിയിൽ കേരളത്തിൽ നിന്ന് ലിബിയയിലേക്കുള്ള ഇലക്ട്രോണിക് ആശയവിനിമയങ്ങളും പരിശോധിച്ചു വരികയാണ്. അതേസമയം സംസ്ഥാനത്ത് നിന്ന് തീവ്രവാദ സംഘങ്ങൾക്ക് ലഭിക്കുന്ന ശക്തമായ പിന്തുണ അന്വേഷണ ഏജൻസികളെ അമ്പരിപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്ത് ഇസ്ലാമിക സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ കൂടുതൽ പേരും കേരളത്തിൽ നിന്നാണെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2020 സെപ്റ്റംബറിൽ ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി ജി കൃഷ്ണറെഡ്ഡി ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദ സംഘങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. 17 കേസുകളായി 122 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. സിറിയ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എന്നീ ഇസ്ലാമിക സ്റ്റേറ്റ് പ്രവേശികളുമായി ബന്ധമുള്ളവരുടെ കണക്കുകളാണിവ. എന്നാൽ ലിബിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച ഇസ്ലാമിക തീവ്രവാദ സംഘത്തിലെ മലയാളികളുടെ സാന്നിധ്യം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇത്തരമൊരു ബന്ധം പുറത്തു വന്നതോടെ എക്കാലത്തും തീവ്രവാദ സംഘങ്ങൾക്ക് വളക്കൂറുള്ള കേരളത്തിൽ നിന്നും കൂടുതൽ പേർ ഈ മേഖലയിലേക്ക് ചേക്കേറിയിട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇതോടെ സംസ്ഥാന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണവും പരിശോധനയും ഊർജിതമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ഷെക്കീന ന്യൂസ്.